ഹായ് നമസ്കാരം, മ്യൂസിക് വിഷനിലേക്ക് സ്വാഗതം. പിന്നെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞൊരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഷീറ്റ് മ്യൂസിക് കിട്ടിയാൽ നമുക്കത് നോക്കിയിട്ട് കീബോർഡിൽ പ്ലേ ചെയ്യാം. അതുപോലെ ഒരു ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പ്ലേ ചെയ്യാം, അതുപോലെ ഒരു പാട്ടിൻ്റെ സ്കോർ കിട്ടിയാൽ എങ്ങനെ പ്ലേ ചെയ്യാം എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മളിന്നിവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറേ തിയറിയുടെ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും കുറച്ചുകൂടെ തിയറികൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിനു മുമ്പുള്ള ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അതല്ല, നിങ്ങൾ ആ വീഡിയോ മുഴുവനും കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാം കേട്ടോ, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് തിയറി അല്ലെങ്കിൽ എങ്ങനെയാണ് നോട്ട് റീഡ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഒരു 5 ലൈൻസ്, അതുപോലെ തന്നെ ഫ്രണ്ടിൽ സ്റ്റാർട്ടിങ്ങിൽ ജി ക്ലഫ്, അത് കഴിഞ്ഞ് സിംഗിൾ ബാർ ലൈൻ, ഡബിൾ ബാർ ലൈൻ, ഫൈനൽ ബാർ ലൈൻ എന്ന മെത്തേഡിൽ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതായത് 5 ലൈൻസിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കുറുകെ വരുന്ന ആ ലൈനിൻ്റെ പേരാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സിംഗിളായിട്ട് ഇടുമ്പോൾ സിംഗിൾ ബാർ ലൈൻ, ഡബിളായിട്ട് ഇടുമ്പോൾ ഡബിൾ ബാർ ലൈൻ, ലാസ്റ്റ് ഡബിൾ ബാർ ലൈൻ പോലെ തന്നെ അതിൻ്റെ അവസാനം ഒരു ഡാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഫൈനൽ ബാർ ലൈൻ എന്ന് പറയും. അത് ഫൈനൽ ബാർ ലൈൻ പറയും, എൻഡ് ബാർ ലൈൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ജി ക്ലഫ് കൊടുത്തിട്ടുണ്ട് 5 ലൈൻസ്, അതിൻ്റെ കുറുകെയാണ് ഈ ലൈൻ വരച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സിംഗിൾ ബാർ ലൈനാണ് സാധാരണ നമ്മളൊരു മ്യൂസിക് ഷീറ്റിൽ ഫുള്ളായിട്ട് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. ഡബിൾ ബാർ ലൈൻ ഒരു മ്യൂസിക് പാറ്റേൺ, വേറൊരു പാറ്റേൺ തിരിക്കുമ്പോഴാണ് ഒരു സ്കെയിലൊക്കെ ചേഞ്ച് ആയിട്ട്, ഒരു ഷീറ്റ് മ്യൂസിക്കിൽ തന്നെ 2 സ്കെയിലായിട്ട് ചേഞ്ച് ചെയ്ത് വരുന്ന അങ്ങനെയുള്ള സോങ്ങുകളൊക്കെ വരുമ്പോഴാണ് ചിലപ്പോൾ ഈ ഡബിൾ ബാർ ലൈൻ കൊടുക്കാറുള്ളത്, ഒരു പാറ്റേൺ തിരിക്കുമ്പോൾ. പിന്നെ ഈ ഫൈനൽ ബാർ ലൈൻ എല്ലാ മ്യൂസിക് ഷീറ്റിനകത്തും അവസാന ഭാഗത്ത്, ആ സോങ് അവസാനിക്കുമ്പോൾ കൊടുക്കുന്നതാണ് ഈ ഫൈനൽ ബാർ ലൈൻ ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സിനെയാണ് ഒരു ബാർ എന്ന് പറയുന്നത്. ഫസ്റ്റ് സിംഗിൾ ബാർ ലൈൻ വരുന്ന ആ ഒരു ബോക്സിനെയാണ് ഒരു ബാർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഡബിൾ ബാർ ലൈൻ വരുമ്പോൾ 2 ബോക്സായി, ഫൈനൽ ബാർ ലൈൻ വരുമ്പോൾ 3 ബോക്സായി. അപ്പോൾ ഇവിടെ 3 ബാർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. സാധാരണ ഡബിൾ ഇങ്ങനെയല്ല ഇടുക, സിംഗിൾ ബാർ ലൈനാണ് ഇടുക, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. പക്ഷേ ഇവിടെ ഇത് പാറ്റേൺ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ 3 പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, 3 പാറ്റേൺ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ബോക്സിനെയാണ് ഒരു ബാർ എന്ന് പറയാം. 2 ബോക്സ് വരുമ്പോൾ 2 ബാർ, 3 ബോക്സ് വരുമ്പോൾ 3 ബാർ. അപ്പോൾ എന്തിനാണ് ബാർ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അല്ലേ? ഈ ബാർ എന്ന് പറയുന്നത് നമ്മൾ താളം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഒരു റിതം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബാർ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു റിതം പാറ്റേൺ, അതിൻ്റെ സ്പീഡ് നോക്കുന്നു, അതിൻ്റെ കൂടെ നമ്മളെല്ലാവരും അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലേ ചെയ്യുക. അല്ലാണ്ട് മറ്റൊരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആ ബീറ്റിൻ്റെ സ്പീഡിനനുസരിച്ച് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് നമ്മൾ പ്ലേ ചെയ്ത് പോവുകയാണ്. അങ്ങനെ കറക്റ്റ് ടൈമിങ്ങിന് നമ്മൾ വായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാർ ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ താളത്തിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് 4/4, 3/4, 2/4 കേട്ടോ. ചിലർ 4/4, 3/4, 2/4 എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും തെറ്റല്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 4/4, 3/4, 2/4. അപ്പോൾ ഇങ്ങനെ 4/4 എന്നുള്ളൊരു താളം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കൗണ്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4, 1, 2, 3, 4 ഇങ്ങനെ ഈ രീതിയിലാണ് കൗണ്ട് ചെയ്ത് പോവുക. ഒരു ബാറിനകത്ത് 4 ബീറ്റ് എന്നുള്ള രീതിയിൽ എത്ര ബാർ വരുന്നുണ്ടോ അത്രയും ബാർ ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോകുക എന്നുള്ളതാണ് കേട്ടോ. ഇനി 3/4 ആണെങ്കിൽ 1, 2, 3, 1, 2, 3 ഈ സ്റ്റൈലിൽ കൗണ്ട് ചെയ്ത് പോകും. 2/4 ആണെങ്കിൽ 1, 2, 1, 2, 1, 2. അപ്പോൾ ഇങ്ങനെ കുറേ താളങ്ങളുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും ഒരുപാട് താളങ്ങളുണ്ട്. 6/8, 7/8, 5/8 അങ്ങനെ ഒരുപാട് താളങ്ങളുണ്ട്. അപ്പോൾ താളത്തിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാനിത് അവിടെ ഒരു കാർഡ് ലിങ്ക് മേലെ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ പോയി കാണുക. കാരണം ഒരു സോങ്ങിനകത്ത് എങ്ങനെയാണ് താളം നമ്മൾ കണ്ടുപിടിക്കുക എന്നതിനെക്കുറിച്ചൊക്കെ ആ വീഡിയോനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയ മനസ്സിലാവും കേട്ടോ, എങ്ങനെയാണ് ഷീറ്റ് മ്യൂസിക്കിൽ ഈ താളം വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഈ 3/4 എന്നുള്ള താളത്തിൻ്റെ ഇപ്പോൾ ഒരു 3/4 എന്നുള്ള താളം കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഞാൻ പറഞ്ഞു ടോപ്പ് നമ്പർ, ബോട്ടം നമ്പർ, അതിൻ്റെ എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളത് കൂടെ പറഞ്ഞു തരാം. അപ്പോൾ 4 മേലെ വരുന്നത് ഒരു ബാറിനകത്ത് വരുന്ന എണ്ണം, എത്ര എണ്ണം എന്നുള്ളതാണ്. അപ്പോൾ മേലെ 3/4 എന്ന് പറയുമ്പോൾ മേലെ 3 വരുന്നത് ഒരു ബാറിനകത്ത് വരുന്ന 3 എന്നുള്ളതാണ്. 2/4 എന്ന് പറയുമ്പോൾ ഒരു ബാറിനകത്ത് 2 എണ്ണം, 2 ബീറ്റ് എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ താഴെ 4 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്വാർട്ടർ നോട്ട് അല്ലെങ്കിൽ ക്രോച്ചറ്റ് ബീറ്റ് എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് ഈ 4 എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1, 2, 3, 4. 3/4 പറയുമ്പോൾ 1, 2, 3. 2/4 വരുമ്പോൾ 1, 2. അപ്പോൾ ഒരു ബീറ്റാണ് നമ്മൾ ക്വാർട്ടർ നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് 4 എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടോപ്പിൽ വരുന്നത്
ആ ബാറിനകത്ത് വരുന്ന എണ്ണം, താഴെ വരുന്നത് ആ ബീറ്റിൻ്റെ വാല്യൂ, നോട്ടിൻ്റെ വാല്യൂ ആണ്, ബീറ്റിൻ്റെ അളവാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ വീഡിയോ പോയി കാണുക. ഇനി നമുക്ക് കൈയിൻ്റെ ഫിംഗർ നമ്പർ എങ്ങനെയാണ് നമ്മൾ നോക്കുക എന്നുള്ളത് കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫിംഗർ, അവിടെ ഞാൻ റൈറ്റ് ഹാൻഡ് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫിംഗർ വരുന്നത് തമ്പിനെയാണ് ഫസ്റ്റ് ഫിംഗർ. സെക്കൻഡ് ഫിംഗർ, തേർഡ് ഫിംഗർ, ഫോർത്ത് ഫിംഗർ, ഫിഫ്ത്ത് ഫിംഗർ. ഇതാണ് അതിനകത്ത് വരുന്ന ഫിംഗർ പാറ്റേൺ. ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗർ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. ഇങ്ങനെ 5 ഫിംഗറാണ് വരുന്നത്. ലെഫ്റ്റ് ഹാൻഡിൽ വരുമ്പോൾ ഫസ്റ്റ് ഫിംഗർ തമ്പ് ഇതുപോലെ തന്നെയാണ്, സെക്കൻഡ് ഫിംഗർ, തേർഡ് ഫിംഗർ, ഫോർത്ത്, ഫിഫ്ത്ത്. കണ്ടില്ലേ? ഇപ്പോൾ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഫിംഗർ നമ്പർ നമ്മളൊന്ന് ഓർമ്മ വയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇതിപ്പോൾ വൈറ്റ് കീയിലാണ് നമ്മൾ ആദ്യം പ്ലേ ചെയ്യുന്നത്. ബ്ലാക്ക് കീ യൂസ് ചെയ്യുന്നില്ല, സി മേജർ എന്നുള്ള റൂട്ടിലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മളിത് എങ്ങനെ ഒരു ചെറിയൊരു എക്സർസൈസ് നമുക്കിവിടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് ഫസ്റ്റ് സി, സെക്കൻഡ്, തേർഡ്. അപ്പോൾ ഇത് 5 ഒക്ടേവ് ഉള്ള കീബോർഡാണ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഇവിടുന്ന് റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് മൂന്നാമത്തെ സിയിലാണ് നമ്മൾ തമ്പ് വയ്ക്കുന്നത് കേട്ടോ, റൈറ്റ് ഹാൻഡ് തമ്പ് വയ്ക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ 4 ഒക്ടേവ് ആണെങ്കിൽ ഞാൻ നേരത്തെ ഇതിന് ഒക്ടേവിനെ കുറിച്ചിട്ട് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 4 ഒക്ടേവ് ഉള്ള വീഡിയോ നമ്മളിതിലാണെങ്കിൽ ഫസ്റ്റ് സി, സെക്കൻഡ് സിയിലാണ് നമ്മൾ തമ്പ് വെച്ചിട്ട് ഇങ്ങോട്ട് പ്ലേ ചെയ്യുക കേട്ടോ. അതുകൂടെ ഓർത്ത് വയ്ക്കണേ. അപ്പോൾ നമ്മളിവിടെ മൂന്നാമത്തെ സിന്നാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എക്സർസൈസ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവമല്ല. റൈറ്റ് ഹാൻഡ് നമ്മൾ എല്ലാ ഫിംഗറും നമുക്കൊരു താളത്തിൽ കൃത്യമായിട്ട് ഒന്ന് പ്ലേ ചെയ്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് മാത്രമാണ് അത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം സി എന്ന് തുടങ്ങും. സി, അടുത്ത ഡി, ഇ, എഫ്, ജി. അപ്പോൾ സിയിൽ ഫസ്റ്റ് ഫിംഗർ, ഡിയിൽ സെക്കൻഡ് ഫിംഗർ, ഇയിൽ തേർഡ് ഫിംഗർ, എഫിൽ ഫോർത്ത് ഫിംഗർ, ജിയിൽ ഫിഫ്ത്ത് ഫിംഗർ. ഇങ്ങനെയാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശരിക്ക് 1, 2, 3, 4. ഇങ്ങനെ പ്ലേ ചെയ്യാം. പിന്നെ നമ്മളിത് കുറച്ചുകൂടി ഫാസ്റ്റാക്കി നോക്കുക. ഇനി കുറച്ചുകൂടി ഫാസ്റ്റായി ഇങ്ങനെ വായിക്കാം. ഇതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് ഹാൻഡും ഇതുപോലെ പ്ലേ ചെയ്ത് പഠിക്കുക. ലെഫ്റ്റ് ഹാൻഡും ഇതുപോലെ ഇവിടുന്ന് ഫസ്റ്റ് സി, സെക്കൻഡ് സിക്ക്. അപ്പോൾ നമ്മൾ 2 സിയിലും ഇവിടെ ലാസ്റ്റ് ഫിംഗറും ഇവിടെ തമ്പും വരുന്ന രീതിയിലാണ് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നത്. ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് ഇനി ഇത് നമ്മൾ രണ്ടും കൂടെ ഒരേ ടൈമിൽ വീഴണം. ശരിക്കും നമ്മളിങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ വീഴണം. അതല്ലാതെ ഇങ്ങനെ മാറി മാറി സൗണ്ട് വരാതെ ഒരുമിച്ച് നമ്മൾ പ്ലേ ചെയ്ത് പഠിക്കാം. അപ്പോൾ നമ്മളിവിടെ തമ്പ് വയ്ക്കുന്ന സമയത്ത് ഇവിടെ ലിറ്റിൽ ഫിംഗറും, ഇവിടെ സെക്കൻഡ് ഫിംഗർ വയ്ക്കുന്ന സമയത്ത് ഇവിടെ ഫോർത്ത് ഫിംഗറും, ഇവിടെ തേർഡ് ഫിംഗർ വയ്ക്കുന്ന സമയത്ത് ഇവിടെയും മിഡിൽ തേർഡ് ഫിംഗർ തന്നെയാണ്. അടുത്ത് ഇവിടെ ഫോർത്ത് ഫിംഗർ വയ്ക്കുമ്പോൾ ഇവിടെ സെക്കൻഡ് ഫിംഗർ, ഇവിടെ ലാസ്റ്റ് ഫിംഗർ വയ്ക്കുമ്പോൾ ഇവിടെ തമ്പ്. ഈ റൂട്ടിലാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിങ്ങനെ 2-3 പ്രാവശ്യം വായിക്കാം. ഇനി ഇത്തിരി അല്പം സ്പീഡ് കൂട്ടി വായിക്കാം. ഇനി അടുത്ത സ്പീഡ്. ഇങ്ങനെ നിങ്ങൾ പറ്റാവുന്ന സ്പീഡിനത്രയ്ക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് കൃത്യമായിട്ട് ഫിംഗർ നമുക്ക് താളത്തിൽ വീഴാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ നോട്ടുകൾ എങ്ങനെ പ്ലേ ചെയ്യുക. ഇനി നമുക്ക് ഈ ബുക്കാണ് നമ്മളിന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. എക്സ്റ്റേൺ പിയാനോ കോഴ്സ് ബുക്ക് 1 എന്നുള്ള ലെസനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബുക്ക് കേട്ടോ. ഇതാണ് ബുക്ക്. ഇതിപ്പോൾ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ഈ ബുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് സ്റ്റോക്കില്ല. ആമസോണിലൊക്കെ നോക്കിയപ്പോൾ സ്റ്റോക്കില്ല. ഒരു പക്ഷേ ഇനിയും വരുമായിരിക്കും, ബുക്ക് വരുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ബുക്കുള്ളവർ ഇത് നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ബുക്ക് ഇല്ലാത്തവരാണെങ്കിൽ ഞാനിതിൻ്റെ നോട്ടുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻസ് താഴെ കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് ഷീറ്റ് മ്യൂസിക് ഞാൻ ഇതിൽ പഠിപ്പിക്കുന്ന നോട്ടുകൾ നിങ്ങൾക്ക് താഴെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു തരികയാണെങ്കിൽ
അപ്പോൾ ഇതിനകത്ത് കുറച്ച് തിയറിയുടെ ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എടുത്തിരിക്കും. ഇതേ സംഭവം തന്നെയാണ്, ഇതിൻ്റെ വേറൊരു പാറ്റേണാണ് അതിനകത്ത് പറഞ്ഞത്. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞതുകൊണ്ട് സ്റ്റാഫ് ലൈൻസ്, 5 ലൈൻസ്, പിന്നെ ഇതുണ്ട് ബാർ ലൈൻ വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിനകത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ഞാൻ ഇതൊന്നും ഇപ്പോൾ പറയുന്നില്ല, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുപോലെ ഇവിടെ നോട്ടുകളെക്കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹോൾ നോട്ട്, ഹാഫ് നോട്ട്, ക്വാർട്ടർ നോട്ട് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞതാണ്. അതുപോലെ ഹാൻഡ് നമ്പർ ഇതിലൊക്കെ ഇതിന് തന്നെ ഉണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് എന്നുള്ള ലെസനാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പിക്ചർ ഞാൻ അതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇതുണ്ട് കീ സിഗ്നേച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. കീ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് എല്ലാം വൈറ്റ് കീയിലാണ്, ബ്ലാക്ക് കീ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ വൈറ്റ് കീയിൽ വരുന്ന ഇത് വന്നിട്ട് സി മേജർ എന്നുള്ള സ്കെയിലാണ്. അപ്പോൾ സ്കെയിലിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പിട്ട വീഡിയോ സ്കെയിലിനെ കുറിച്ചിട്ടിട്ടുണ്ട്, ആ വീഡിയോ ഒക്കെ കണ്ട് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ സി മേജർ എന്ന റൂട്ടിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മുകളിൽ നോട്ട് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ഹാൻഡിൽ വരുന്ന നോട്ടുകളാണ്. ജി ക്ലഫ്, അതിനകത്ത് 2/4 എന്നുള്ള ടൈം സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കീ സിഗ്നേച്ചറിന് ഇതിനൊന്നും കൊടുക്കാതെ ഷാർപ്പിൻ്റെ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഷാർപ്പ് അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. സി മേജർ എന്നുള്ള റൂട്ടാണ്, എല്ലാം വൈറ്റ് കീയിലാണ് നമ്മളതിന് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ മിഡിൽ സിയിൽ വരുന്ന സിയുടെ നോട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. താഴെ കണ്ടില്ല ഒരു 1, 2 എന്നുള്ള നമ്പർ കൊടുത്തിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മിഡിൽ സി ആണ് കേട്ടോ. നമ്മൾ തമ്പ് ഇവിടെ സി വയ്ക്കുന്നത്, സിയും അടുത്ത സെക്കൻഡ് ഫിംഗർ, ഈ 2 നോട്ടാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. ആ ഷോർട്ട് ലൈൻ ഇട്ട് വരുന്നതെല്ലാം സി. 5 ലൈൻസിൻ്റെ താഴെ 6 ലൈന് പകരമാണ് ആ ഷോർട്ട് ലൈൻ ഇടുന്നത്. അത് സി എന്നുള്ള നോട്ടാണ് നമ്മളിവിടെ പ്ലേ ചെയ്യുന്നത്, സി. അടുത്ത് ഷോർട്ട് ലൈൻ ഇല്ലാതെ 5 ലൈൻസിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നത്, ഹെഡ് നിൽക്കുന്നത് ഡി. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെഡിനും സ്റ്റെമ്മ്, ഫ്ലാഗിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് സി എന്നുള്ള ഷോർട്ട് ലൈൻ വരുന്നത് സി, ലൈൻ ഇല്ലാത്തത് ഡി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പ്ലേ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ബാറിൽ സി ഡി എന്നാണ്, രണ്ടാമത്തെ ബാറിലും സി ഡി എന്ന് തന്നെ സെയിം നോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സി ഡി, സി ഡി, സി ഡി, സി, ഇത്രയാണ് നോട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കാം. ഇതാണ് ഫസ്റ്റ് ലൈനിൽ വരുന്നത് നോട്ട്. ഇപ്പോൾ ഇതിനകത്ത് കൗണ്ട് ചെയ്യണത് 1 2 1 2 1 2 1 2. ഇപ്പോൾ ലാസ്റ്റ് വരുന്ന നോട്ട് നിങ്ങൾ കണ്ടില്ല, ഇതിനകത്ത് നമ്മൾ ഹാഫ് നോട്ട് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഹാഫ് നോട്ട്, മിനിം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു, 2 ബീറ്റ് വരുന്നത്. ആ നോട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, സി എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരു ബാറിൽ ഒരു സിംഗിൾ നോട്ട് കൊടുക്കുന്നത്. മറ്റുള്ളതെല്ലാം ക്വാർട്ടർ നോട്ട് ആയതുകൊണ്ട് 1 2 1 2 എന്നുള്ള 2 പാറ്റേൺ ആയിട്ട് കാണുന്നുണ്ട്. ലാസ്റ്റത്തെ നോട്ട് മാത്രം 2 ബീറ്റ് ലെങ്ത്ത് നമ്മളിങ്ങനെ അമർത്തി പിടിക്കുന്നത്. 1 2 അത്രയും ലെങ്ത്ത് സൗണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഒന്നുകൂടി പറയാം, 1 2 1 2 1 2 1 2. ഇതാണത്. ഇനി ഇത് കൂടാതെ ഇതിനകത്ത് കുറച്ചൊരു വേർഡ് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നൗ we start with lesson 1. ഇങ്ങനൊരു വാക്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളത് പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇതുപോലെ പറഞ്ഞ് ഈ ട്യൂണിൽ നമ്മളത് ആ പിച്ചിൽ നമ്മൾ പറഞ്ഞ് പാടി പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അത് പാടുമ്പോൾ തന്നെ നമുക്ക് അതിന് സൗണ്ട് വെച്ചിട്ട് നമുക്കിത് എവിടെ വായിക്കാമെന്നൊക്കെ മനസ്സിലാക്കാൻ ഈസിയാണ് കേട്ടോ. അതുകൂടെ ഞാൻ പാടിയിട്ട് ഇവിടെ കാണിച്ചു തരാം. Now we start with lesson 1. ഇതാണ് റൈറ്റ് ഹാൻഡിൽ വരുന്ന നോട്ടുകൾ കേട്ടോ. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് 2 നോട്ടാണ്, സിയും ഡി ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സിയിൽ തമ്പും ഡിയിൽ സെക്കൻഡ് ഫിംഗറാണ് കൊടുത്ത് വായിച്ചത് കേട്ടോ. അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ വായിച്ച് പഠിക്കരുത്, തെറ്റിയൊന്നും പഠിക്കരുത്. ഇനി ഇതേത് തന്നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ്. അപ്പോൾ നമ്മൾ എക്സർസൈസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സി, ഇവിടുത്തെ സെക്കൻഡ് സിയിലാണ് നമ്മൾ ലാസ്റ്റ് ഫിംഗർ വെച്ചത്. ഇനി നമ്മൾ ഈ ബുക്ക് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഇവിടുന്ന് സിയിലാണ് തമ്പ് വരുന്നത് കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ് തമ്പും സിയിൽ മിഡിൽ സിയിലാണ് വരുന്നത്, റൈറ്റ് ഹാൻഡും സി ഇതിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലെഫ്റ്റ് ഹാൻഡ് വായിക്കുമ്പോൾ ഈ കൈ ഇങ്ങനെ ഈ ഫിംഗർ എടുത്തിട്ട് ഇത് വയ്ക്കും, റൈറ്റ് ഹാൻഡ് വായിക്കുമ്പോൾ ഇങ്ങനെ വയ്ക്കും. ഈ പൊസിഷനിലാണ് നമ്മളത് വായിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇനി ലെഫ്റ്റ് ഹാൻഡ് വായിക്കാം. ലെഫ്റ്റ് ഹാൻഡ് വായിക്കുമ്പോൾ സി ബി എന്നുള്ള നോട്ടാണ്, അതായത് സി ബി. ഈ 2 നോട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സി റിവേഴ്സിൽ ബി. ഇപ്പോൾ സി ബി സി ബി സി ബി സി, ഇതാണ് ലെസൺ വരുന്നത്. അപ്പോൾ ഇവിടെയും 2 4 തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച സി ബി 2 നോട്ടും കൂടെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം ആദ്യം പഠിച്ച നമ്മൾ CD എന്ന് പഠിച്ചതിൽ 5 ലൈൻസിൻ്റെ താഴെയാണ് അതിൻ്റെ നോട്ടുകൾ വന്നിരിക്കുന്നത്. സ്റ്റെമ്മ് മേലേക്കും നോട്ട് താഴെയാണ് അല്ലേ. ഇപ്പം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് പഠിക്കുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ 5 ലൈൻസിൻ്റെ മുകളിലാണ് ഹെഡ് വന്നിരിക്കുന്നത്, സ്റ്റെമ്മ് താഴേക്കാണ്. മറ്റേത് ഹെഡ് താഴെയും സ്റ്റെമ്മ് മേലേക്കാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ സ്റ്റെമ്മ് താഴേക്ക് ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ, മേലേക്ക് നോട്ട് ഹെഡ് വരുമ്പോൾ താഴേക്ക് സ്റ്റെമ്മിടും, താഴേക്ക് ഹെഡ് വരുമ്പോൾ സ്റ്റെമ്മ് മേലേക്ക് ഇടണം കേട്ടോ. അതാണ് അതിൻ്റെ മെത്തേഡ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. താഴെ ഫസ്റ്റ് F ക്ലഫ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2/4 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ C എന്നുള്ള നോട്ട്, അതായത് 5 ലൈൻസ് കഴിഞ്ഞിട്ട് ഷോർട്ട് ലൈൻ വരുന്നതാണ് C എന്നുള്ള നോട്ട്. ലെഫ്റ്റ് ഹാൻഡ് F ക്ലഫിൽ C എന്നുള്ള നോട്ടാണിത് കേട്ടോ. അത് കഴിഞ്ഞാൽ B. തിരിച്ചു വെച്ചാൽ നമ്മൾ റൈറ്റ് ഹാൻഡ് വാച്ചുള്ള നോട്ടുകൾ തന്നെ തോന്നിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. നമ്മൾ F ക്ലഫാണ്, ക്ലഫും കൂടെ നോക്കണം. അപ്പോൾ C B C B C B C. ഇതിനകത്തും ഇതുപോലെ താഴെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ. മേക്കിംഗ് മ്യൂസിക് ഈസ് സച്ച് ഫൺ. ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മേക്കിംഗ് മ്യൂസിക് ഈസ് സച്ച് ഫൺ. ഇതാണ് ഇതിനകത്ത് നമുക്ക് ലെസൺ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 നോട്ട്, ഇപ്പോൾ റൈറ്റ് ഹാൻഡ് CD-യും ലെഫ്റ്റ് ഹാൻഡ് CB എന്നുള്ള നോട്ടുകളാണ്. ഇത് ഈ നോട്ടുകൾ ഇനി മാറുന്നില്ല കേട്ടോ. ഇങ്ങനെ നോട്ടുകൾ കണ്ടാൽ നമ്മൾ ഈ 2 നോട്ടും റൈറ്റ് ഹാൻഡിൽ കണ്ട G ക്ലഫിൽ വന്ന ഈ 2 നോട്ടാണ് നമ്മൾ വായിക്കുന്നത്. C-യും D-യും ഇതാണ് ഈ കാണുന്ന പോലെ കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ F ക്ലഫിലാണ് ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ C-യും B-യും തന്നെയാണ് വായിക്കുക. അപ്പോൾ ഇത് നോട്ടുകൾ ഇനി ഒരിക്കലും മാറുന്നില്ല, ഇങ്ങനെ തന്നെയാണ് ഇത് പ്ലേ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ലെസൺ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പ്ലേ ചെയ്ത് പഠിക്കുക, നോട്ടുകളൊക്കെ പറഞ്ഞ് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ വരികയാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഞാൻ ഒന്നുകൂടെ കാണിക്കുകയാണ്. ഇതിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശം എൻ്റെ ഭാഗത്തു നിന്ന് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, ഈ ചാനലാണ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. കൂടുതൽ സപ്പോർട്ട് നിങ്ങളുടെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.